ഹലോ ഗായ്സ്, രാത്രി ആയപ്പോഴത്തേനും അമലു നല്ല ആക്റ്റീവായി കേട്ടോ. പക്ഷേ ഡോക്ടർ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേനും അമലുവിൻ്റെ കയ്യിൽ നല്ല നീരുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ഈ നീര് കുറച്ചില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് തരത്തില്ലെന്ന്. എന്നിട്ട് പുള്ളി തന്നെ കുറച്ച് എക്സസൈസൊക്കെ കാണിച്ചു കൊടുത്തു. അമലുവിൻ്റെ മറ്റേ കയ്യിൽ ക്യാനിലുണ്ടായിരുന്നുകൊണ്ടിട്ടുണ്ടല്ലോ, അവൾക്ക് ഒരു സൈഡിലോട്ട് നേരാവണ്ണം ചിരിഞ്ഞ് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡിസ്കംഫർട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ നേഴ്സുമാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നാളെ ഇഞ്ചക്ഷനൊന്നും ഇല്ലെങ്കിൽ ആ ക്യാനിൽ റിമൂവ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു നാളെ ഇനി ഇഞ്ചക്ഷനൊന്നും ഇല്ല, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അല്ലാതെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ രാത്രി തന്നെ വന്നിട്ട് അത് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത്. ആദ്യം ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ, അവൾ ഇതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു യൂസ്ഡ് ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആൾ നല്ല ചിരിച്ചായിരുന്നത്. എന്തായാലും അവരത് റിമൂവ് ചെയ്തൊരു കോട്ടൺ വെച്ച് അത് കറക്റ്റായിട്ട് ഒട്ടിച്ചൊക്കെ കൊടുത്ത് സെറ്റാക്കി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അമലുവിന് ഇത്തിരി ആശ്വാസമായത്. പിന്നെ രാത്രിയിൽ അവളുടെ അച്ഛൻ വന്നപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഒരു റോസ് മിൽക്ക് പോലത്തെ ഒരു സാധനം നിറച്ചും തണ്ണിമത്തനൊക്കെ അരിഞ്ഞിട്ടത് അതോടെ കുടിച്ച് ആൾ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേനും ഡോക്ടർ വന്നു, കയ്യിൽ നീര് കുറഞ്ഞത് കൊണ്ടിട്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടേക്കാം, അതിന് മുന്നേ ഒ ടിയിൽ പോയിട്ട് ഈ ബാൻഡേജ് ചേഞ്ച് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അമലുവിനെ അങ്ങോട്ട് ഒ ടിയിലേക്ക് വിട്ടു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയ ഞാനുണ്ടല്ലോ പട്ടി ചന്തയ്ക്ക് പോയ പോലെ കീ എടുക്കാതെയാണ് പോയത്. തിരിച്ച് വീണ്ടും വന്നു. ആ സമയം കൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഒ ടിയിൽ പോയി അതെല്ലാം ക്ലിയർ ചെയ്ത് ചെറിയ ഒരു ഇത് മാത്രമേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരത് റൂമിലേക്ക് വന്നു. അങ്ങനെ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേനും മോള് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അതേമാതിരി കഴിഞ്ഞ 2 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷേ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളുടെ സ്റ്റാറ്റസ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം വളരെ സന്തോഷം തോന്നി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.